ദീർഘനാളായി തുടരുന്ന യുക്രൈൻ റഷ്യ യുദ്ധത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഉണ്ടാകാത്ത വിധം നാടകീയവും നിർണായകവുമായ ഒരു നയതന്ത്ര നീക്കത്തിന് ആഗോള രാഷ്ട്രീയം സാക്ഷ്യം വഹിക്കുകയാണ്. ലോകത്തെ ഒന്നടങ്കം മുനയിൽ നിർത്തിയ ഈ രക്തരൂക്ഷിതമായ പോരാട്ടം അവസാനിപ്പിക്കാൻ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഒടുവിൽ നേരിട്ട് രംഗത്തിറങ്ങിയിരിക്കുന്നു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് അഭിസംബോധന ചെയ്തുകൊണ്ട് അതീവ പ്രാധാന്യമുള്ള ഒരു തുറന്ന കത്താണ് സെലൻസ്കി ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. യുദ്ധം തുടങ്ങി ഇത്രയും കാലമായിട്ടും ഇരു നേതാക്കളും തമ്മിൽ നേരിട്ടുള്ള ചർച്ചകൾക്ക് വഴി തുറക്കാത്ത പശ്ചാത്തലത്തിൽ ഈ കത്ത് അതീവ പ്രാധാന്യത്തോടെയാണ് ലോകം വീക്ഷിക്കുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം യൂറോപ്പ് കണ്ട ഏറ്റവും വലിയ സൈനിക അധിനിവേശത്തിന് അറുതി വരുത്താൻ ഇരു രാജ്യങ്ങളുടെയും തലവന്മാർ തമ്മിൽ മുഖാമുഖം കാണുന്ന ഒരു ഉച്ചകോടി അടിയന്തരമായി സംഘടിപ്പിക്കണമെന്നാണ് സെലൻസ്കി കത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മൂന്നാമതൊരു രാജ്യത്തിന്റെയോ മധ്യസ്ഥരുടെയോ ഇടപെടലുകൾക്ക് കാത്തു നിൽക്കാതെ നേരിട്ടുള്ള ചർച്ചകൾക്ക് റഷ്യ തയ്യാറാക്കണമെന്ന ശക്തമായ ആഹ്വാനമാണ് യുക്രൈൻ മുന്നോട്ട് വെക്കുന്നത്. നയതന്ത്ര തലത്തിലുള്ള താഴെത്തട്ടിലുള്ള ചർച്ചകൾ പലപ്പോഴും പരാജയപ്പെടുന്ന സാഹചര്യത്തിലാണ് രാഷ്ട്രത്തലവന്മാർ നേരിട്ട് ചർച്ച നയിക്കണമെന്ന തീരുമാനത്തിലേക്ക് യുക്രൈൻ എത്തിയത്. യഥാർത്ഥവും ശാശ്വതവുമായി സമാധാനം കൈവരിക്കാൻ നേരിട്ടുള്ള ആശയവിനിമയത്തിലൂടെ മാത്രമേ സാധിക്കൂവെന്ന് സെലൻസ്കി കത്തിൽ അർത്ഥശങ്കയില്ലാതെ വാദിക്കുന്നുണ്ട്. യുദ്ധമേഖലയിലെ കനത്ത നാശനഷ്ടങ്ങളും സാധാരണക്കാരുടെ ജീവഹാനിയും ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് സമാധാനത്തിനായുള്ള ഈ നിർണായക നീക്കം അദ്ദേഹം നടത്തിയിരിക്കുന്നത്. പരസ്പരം കുറ്റപ്പെടുത്തുന്ന രാഷ്ട്രീയ പ്രസ്താവനകൾ അവസാനിപ്പിച്ച് മേശപ്പുറത്തിരുന്ന് സംസാരിക്കാൻ സമയമായി എന്നാണ് യുക്രൈൻ വ്യക്തമാക്കുന്നത്. ഈ ചരിത്രപരമായ ചർച്ചകൾ നടക്കുന്ന സമയം അത്രയും യുദ്ധഭൂമിയിൽ പൂർണ്ണമായ വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്ന ഉപാധിയും സെലൻസ്കി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇരുപക്ഷത്തു നിന്നും മിസൈൽ ആക്രമണങ്ങളും ബോംബാക്രമണങ്ങളും തുടരുന്ന സാഹചര്യത്തിൽ സമാധാനപരമായ അന്തരീക്ഷത്തിൽ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നാണ് യുക്രൈൻ വിലയിരുത്തുന്നത്. തോക്കുകൾ നിശബ്ദമായാൽ മാത്രമേ നയതന്ത്രത്തിന് അതിന്റെ വഴിക്ക് നീങ്ങാൻ സാധിക്കൂ എന്ന് കത്ത് അടിവരയിടുന്നു. അന്താരാഷ്ട്ര തലത്തിൽ വൻ ചലനങ്ങൾ സൃഷ്ടിച്ച ഈ നയതന്ത്ര നീക്കത്തിന് തൊട്ടു പിന്നാലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഈ വിഷയത്തിൽ വ്യക്തമായ നിലപാടുമായി രംഗത്തെത്തിയിട്ടുണ്ട്. പുടിനും സെലൻസ്കിയും തമ്മിൽ നേരിട്ട് നടത്തുന്ന ഒരു ഉച്ചകോടിയെ പൂർണ്ണ മനസ്സോടെ സ്വാഗതം ചെയ്യുന്നുവെന്നാണ് ട്രംപ് പ്രസ്താവിച്ചിരിക്കുന്നത്. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കയുടെ ഭാഗത്തു നിന്നും സാധ്യമായ എല്ലാ പിന്തുണയും നൽകാൻ തയ്യാറാണെന്ന സൂചനയും വാഷിംഗ്ടൺ നൽകുന്നുണ്ട്. എന്നിരുന്നാലും സമാധാനം എന്നത് അത്ര എളുപ്പത്തിൽ കൈവരിക്കാൻ കഴിയുന്ന ഒന്നല്ലെന്ന യാഥാർത്ഥ്യവും ഡൊണാൾഡ് ട്രംപ് ഓർമ്മിപ്പിക്കുന്നു. ഇരു രാജ്യങ്ങളും തങ്ങളുടെ നിലപാടുകളിൽ കടുത്ത വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകണമെന്നാണ് ട്രംപിന്റെ പ്രധാന നിർദ്ദേശം. വിട്ടുവീഴ്ചകളില്ലാതെ ഇരുപക്ഷത്തിനും ഒരു പൊതുസമ്മതമായ കരാറിലെത്താൻ സാധിക്കില്ലെന്നും അതിനായി യുക്രൈനും റഷ്യയും തങ്ങളുടെ കടും പിടുത്തങ്ങൾ ഉപേക്ഷിക്കേണ്ടി വരുമെന്നും അദ്ദേഹം പരസ്യമായി വ്യക്തമാക്കി കഴിഞ്ഞു. യുദ്ധരംഗത്ത് റഷ്യയുടെ ആക്രമണങ്ങൾ കൂടുതൽ ശക്തമായി തുടരുന്ന പശ്ചാത്തലത്തിലാണ് ഈ പുതിയ നയതന്ത്ര ചർച്ചകൾക്ക് വീണ്ടും പ്രാധാന്യം കൈവന്നിരിക്കുന്നത്. സമാധാന ചർച്ചകളെ കുറിച്ചുള്ള ചർച്ചകൾ ആഗോളതലത്തിൽ വലിയ സംവാദങ്ങൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. വർഷങ്ങളായി തുടരുന്ന ഈ വലിയ പ്രതിസന്ധിക്ക് ഒടുവിൽ ഒരു ശാശ്വത പരിഹാരം കണ്ടെത്താൻ ഈ നീക്കത്തിലൂടെ സാധിക്കുമോ എന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. സെലൻസ്കിയുടെ ഈ തുറന്ന കത്ത് യുക്രൈന്റെ നയതന്ത്ര തന്ത്രങ്ങളിൽ വന്ന വലിയൊരു മാറ്റമായാണ് വിലയിരുത്തപ്പെടുന്നത്. റഷ്യയുമായി നേരിട്ടുള്ള ചർച്ചകൾക്ക് മുൻപ് വിമുഖത കാണിച്ചിരുന്ന യുക്രൈൻ ഇപ്പോൾ അതിന് തയ്യാറാണെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചത് യുദ്ധരംഗത്തെ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ടാണെന്ന് കരുതപ്പെടുന്നു. പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നുള്ള ആയുധ സഹായത്തിന്റെ അനിശ്ചിതത്വവും ഇതിനൊരു കാരണമായിരിക്കാം. അതേസമയം മോസ്കോയുടെ ഭാഗത്തു നിന്നും ഈ കത്തിന്മേൽ എന്ത് പ്രതികരണമാണ് ഉണ്ടാകുക എന്നത് ലോകം കാത്തിരിക്കുകയാണ്. ക്രെംലിൻ ഈ നിർദ്ദേശത്തെ എങ്ങനെ സമീപിക്കുമെന്നതിനെ ആശ്രയിച്ചായിരിക്കും വരും ദിവസങ്ങളിലെ ആഗോള രാഷ്ട്രീയം രൂപപ്പെടുക. യുക്രൈന്റെ പല പ്രദേശങ്ങളും നിലവിൽ റഷ്യൻ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലായതിനാൽ ചർച്ചകൾക്ക് റഷ്യ മുന്നോട്ട് വെക്കുന്ന ഉപാധികൾ കടുപ്പമേറിയതാകാൻ സാധ്യതയുണ്ട്. ചർച്ചകൾ ആരംഭിച്ചാൽ തന്നെ അതിൽ വരാവുന്ന പ്രധാന തടസ്സം അതിർത്തികളെ സംബന്ധിച്ച തർക്കങ്ങളായിരിക്കും. റഷ്യ പിടിച്ചെടുത്ത ഭൂപ്രദേശങ്ങൾ തിരികെ വേണമെന്ന ആവശ്യത്തിൽ യുക്രൈൻ ഉറച്ചു നിൽക്കുമ്പോൾ അത് വിട്ടുകൊടുക്കാൻ റഷ്യ തയ്യാറാകില്ല. അത്തരം കടുത്ത ഭിന്നതകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഡൊണാൾഡ് ട്രംപ് സൂചിപ്പിച്ച വിട്ടുവീഴ്ചകൾ ഇരു രാജ്യങ്ങൾക്കും എത്രത്തോളം സാധ്യമാകുമെന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ്.
യൂറോപ്യൻ യൂണിയനും മറ്റ് നാറ്റോ സഖ്യകക്ഷികളും യുക്രൈന്റെ ഈ പുതിയ നീക്കത്തെ വളരെ ശ്രദ്ധയോടെയാണ് നിരീക്ഷിക്കുന്നത്. യുക്രൈന്റെ പരമാധികാരവും അതിർത്തി സുരക്ഷയും പണയം വെച്ചുകൊണ്ടുള്ള യാതൊരു സമാധാന കരാറിനും തങ്ങൾ പിന്തുണ നൽകില്ലെന്ന നിലപാടിലാണ് ഭൂരിഭാഗം യൂറോപ്യൻ രാജ്യങ്ങളും. എന്നാൽ യുദ്ധം നീണ്ടുപോകുന്നത് യൂറോപ്പിന്റെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുമെന്നതിനാൽ സമാധാന ശ്രമങ്ങളെ അവർ പൂർണ്ണമായി തള്ളിക്കളയുന്നുമില്ല. ഈ നയതന്ത്ര നീക്കം ആഗോള ഊർജ ഭക്ഷ്യവിപണികളിലും വലിയ സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട്. യുക്രൈൻ റഷ്യ യുദ്ധം കാരണം ലോകമെമ്പാടുമുണ്ടായ വിലക്കയറ്റത്തിനും പ്രതിസന്ധികൾക്കും ചർച്ചകൾ വിജയിച്ചാൽ വലിയൊരു ആശ്വാസമാകും. ആഗോള വിപണികൾ ഈ സമാധാന വാർത്തകളോട് അനുകൂലമായാണ് പ്രതികരിക്കുന്നത് എന്നത് ഈ നീക്കത്തിന്റെ ആഗോള പ്രാധാന്യം വ്യക്തമാക്കുന്നുണ്ട്. നേരിട്ടുള്ള ഒരു ഉച്ചകോടി യാഥാർത്ഥ്യമായാൽ അത് യുദ്ധചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയൊരു നാഴികക്കല്ലായി മാറും. ലോകം കണ്ട ഏറ്റവും ക്രൂരമായ പല യുദ്ധങ്ങളും അവസാനിച്ചിട്ടുള്ളത് ഒടുവിൽ ചർച്ചാമേശകളിലാണ് എന്ന വസ്തുത നിലനിൽക്കെ പുടിൻ സെലൻസ്കി കൂടിക്കാഴ്ചയ്ക്ക് ആഗോളതലത്തിൽ വലിയ സമ്മർദ്ദമാണ് രൂപപ്പെടുന്നത്. ഈ ചർച്ചകൾ പരാജയപ്പെട്ടാൽ യുദ്ധം കൂടുതൽ വഷളാകുമെന്ന ആശങ്കയും ശക്തമാണ്. യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി അയച്ച ഈ നാടകീയമായ കത്ത് ആഗോള രാഷ്ട്രീയത്തിലെ ചതുരംഗക്കളിയെ മാറ്റിമറിച്ചിരിക്കുകയാണ്. വെടിയുണ്ടകൾക്കും മിസൈലുകൾക്കും പകരം നയതന്ത്രത്തിന്റെ ഭാഷയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ ലോകം വലിയൊരു പ്രതീക്ഷയിലാണ്. വരും ദിവസങ്ങളിൽ റഷ്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഔദ്യോഗിക പ്രതികരണമായിരിക്കും ഈ സമാധാന ശ്രമങ്ങൾ വിജയത്തിലെത്തുമോ അതോ യുദ്ധം തുടരുമോ എന്ന് തീരുമാനിക്കുക.